മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എന്റെ ദാസി, അടുത്ത തലമുറ എന്റെ സ്വപ്നമാ, നീ എനിക്ക് അവരെ മടക്കി തരണം. ഞാൻ ഈ കർത്താദാസനെ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്റെ ഒന്നാമത്തെ കാര്യം, എന്നെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അഭിഷിക്തേ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം എന്നറിയോ. ആ ഒരു ഭയങ്കര സന്തോഷം. ചിലരൊക്കെ അന്നകടത്തിൽ ആന്റിന്ന്, ചിലരൊക്കെ മമ്മീന്നും, ചിലരൊക്കെ അമ്മയെന്നൊക്കെ വിളിച്ചു. പക്ഷെ ഈ ദേവദാസ എപ്പോൾ വിളിച്ചു അഭിഷിക്തേ ഒരു വിളിയുണ്ട്. ആ വിളി കേൾക്കുമ്പോ തന്നെ നമ്മളങ്ങ് നിറയും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ വായിച്ചിട്ടേ ഇല്ലേ, 20 വയസ്സിന് താഴെ ഉള്ളവരെ മാത്രമേ ഞാൻ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നുള്ളൂ, ബാക്കിയൊക്കെ മരുഭൂമിയിൽ പട്ടുപോയി. അപ്പൊ ബാറ്റൺ കൈമാറി ഇന്നോടുന്ന ദേവദാസന്മാർ ഓട്ടം തീരുന്നതിന് മുമ്പ് ബാറ്റൺ കൈമാറാൻ ദൈവത്തിന് വേണം ആളുകളെ. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ നമ്മൾ ഈ സത്യം അറിഞ്ഞെങ്കിൽ, ഈ സത്യത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ഒന്ന് മരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു കുറച്ച് നാള് മുമ്പേ കർത്താവ് എന്നോട് പറഞ്ഞു, എന്നെ കണ്ടതില്ല, നീ ഇറങ്ങി താഴെ ഇരിക്കുക. അപ്പം എന്റെ വലിയ മോന്റെ വേർപാട് കഴിഞ്ഞ് ഞാൻ ഏകദേശം 8 മാസം ശരീരം മുഴുവൻ നീര് വന്ന് അനങ്ങാൻ വയ്യാതെ കിടന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് തുടങ്ങി, പൈൽസ് ആണെന്ന് വെച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് ഇതാണെന്നൊക്കെ അറിഞ്ഞതും ഒക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നെ കണ്ടതില്ല, നീ ഇറങ്ങി താഴെ ഇരിക്കാൻ പറഞ്ഞു. സെപ്റ്റംബർ 18-ാം തീയതിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, താഴെ ഇറങ്ങിയിരുന്ന യേശുപ്പാന്ന് വിളിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണം. ഈ ബാഗൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊക്കത്തില്ല. പിന്നെ വീണ് ഹിപ്പൊക്കെ ഒടിഞ്ഞുകൊണ്ട്, ബോളാൻ സോക്കറ്റൊക്കെ ഒടിഞ്ഞുകൊണ്ടൊന്നും താഴോട്ട് ഇറങ്ങിയിരിക്കാനൊക്കെ താഴെ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നെ കണ്ടത്തില് നീ മരിക്കണം, നീ ജീവിച്ചാൽ എനിക്ക് ജീവിക്കാനൊക്കെ ഇല്ല. നിനക്ക് ഇഷ്ടങ്ങളുണ്ട്, നിനക്ക് അഭിപ്രായങ്ങളുണ്ട്, നിനക്ക് ലോജിക്കുകളുണ്ട്, നിനക്ക് നിന്റേതായ ഐഡിയാസ് ഉണ്ട്. ഇതെല്ലാം വെച്ചോണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നു? എന്നോട് പറഞ്ഞു ഗലാത്യർ 2:24 എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഗലാത്യർ 2:24 പൗലോസ് അപ്പോസ്തലൻ പറയും, ആകയാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു. അപ്പൊ നമ്മളിലെ ഞാനെന്ന് പറയുന്ന ഒന്നും മരിക്കാത്തിടത്തോളം കർത്താവിന് നമ്മളെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എന്റെ മെസ്സേജിലോട്ട് കയറിയില്ല, ഞാനിങ്ങനെ ദൈവാത്മാവ് തരുന്ന ഓരോ കാര്യം അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം ഈ ആ ഒരു വ്യക്തിത്വത്തെ ഇവനാണെങ്കിൽ ഇതിനെ വളർത്തും. ഇതിനെ അവൻ വളർത്തി കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ഈഗോയെ അങ്ങോട്ട് വളർത്തും. ആരെങ്കിലും നമ്മൾ ചെന്നവണ്ടെ ഇരിക്കാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങ് ഹേർട്ടാവും. ആരെങ്കിലും നമ്മളോട് കൈ കൊടുത്ത് മാന്യമായിട്ട് സംസാരിച്ചില്ലേ, അച്ചുവൊക്കെ ഉണ്ടല്ലോ, അച്ചു ഇതിനകത്ത് ഒരു അച്ചുവിനെ കണ്ട്, ഒരു സുന്ദരക്കുട്ടപ്പൻ അച്ചു. ഓക്കെ. അപ്പോ നമ്മൾ പെട്ടെന്നാണ് അത് ഇറ്റ് എഫക്ട്സ് us. അപ്പൊ നമ്മളിലെ ഞാനെന്നൊരു വാസ്തവത്തിൽ നിങ്ങളൊന്ന് ക്രോസിനെ ഒന്ന് ആത്മാവിലൊന്ന് കണ്ടു നോക്കിക്കേ. ക്രോസ് ചെയ്യുന്നതാണ് ഈ കുരിശ്. അറിയോ? ഞാൻ ഇല്ല അവിടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം പുറുകെ പിടിക്കാതെ ദാസവേഷം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നപ്പം അവിടെ ക്രിസ്തുവിലെ ദൈവപുത്രൻ എവിടെ? ഞാനെന്ന് പറയുന്ന എന്ത്? ഗെത്സമനെ കരയുമ്പോഴും പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിലും ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണേ. അടുത്ത ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുമ്പ് പറഞ്ഞു, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നീ ഇച്ഛിക്കുന്ന പോലെ ആട്ടെ. ഇന്നത്തെ പെന്തിക്കോസ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ വിമർശിക്കുകയാണ് നിങ്ങൾ പറയല്ലേ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അതിനെ കൊണ്ടുവരിക. നമ്മൾ കൊടുക്കുന്ന എല്ലാം ഇങ്ങോട്ട് ഒപ്പിട്ട് തരാൻ ദൈവം ഇരിക്കുകയാണെന്ന് നമ്മൾ ഒരിക്കലും അന്വേഷിക്കുന്നില്ല. ഗോഡ് ഈസ് ഇറ്റ് ഇൻ യുവർ പ്ലാൻ? ദൈവത്തെ നിന്റെ ഇഷ്ടമാണോ? ഞാനത് ചെയ്യണോ? ഞാൻ പോണോ? അത് നമ്മൾ ചോദിക്കണം. ദൈവത്തോട് നമ്മൾ ചോദിക്കണം. ആ ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. അതല്ലേ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ സൂമിലൊന്നും കയറിയില്ല, പക്ഷെ അതുകൊണ്ട് ഇനി ഇത് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം കർത്താവ് എന്നോട് ഇനി ഒരു കാര്യം പറഞ്ഞു, പർവ്വജാതികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പർവ്വജാതികൾ ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞില്ല കുഞ്ഞിക്കിളി വേണം, പിന്നെ മാടത്ത വേണം, മൈന വേണം, ലവ് ബേർഡ്സ് വേണം, മയില് വേണം, കുയില് വേണം, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇതെല്ലാം എങ്ങനെ ഉണ്ടായത്?
ഞാൻ പറഞ്ഞപ്പ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിനോടൊരു കാര്യം പറഞ്ഞു, എന്റെ സങ്കല്പത്തിലുള്ളതാ പുറത്തു വന്നത്. വാട്ട് വാസ് ഇൻ മൈ ഇമാജിനേഷൻ, എന്റെ മനസ്സിൽ എന്റെ സങ്കല്പത്തിലുള്ളതാ പുറത്തു വന്നു. എന്നോട് പറഞ്ഞു, അന്നാ കണ്ടത്തില് നിന്നെ ഞാൻ വിളിക്കുമ്പോ എനിക്ക് നിന്നെ കുറിച്ചൊരു സങ്കല്പമുണ്ട്. സാറാ കോവൂർ അങ്ങനെ ചെയ്തു, മേരി കോവൂർ ഇങ്ങനെ ചെയ്തു, മറിയാമ്മത്തമ്പി അങ്ങനെ ചെയ്തു. ഇതൊന്നും ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നീ അതുകൊണ്ടാ സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നപ്പോ എനിക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ കർത്താവ് പറഞ്ഞു, ഈ ബറിയോനാ ശിമോനെ നീ ഭാഗ്യവാൻ, ജലരക്തങ്ങളല്ല സ്വർഗസ്വനായ പിതാവ് നിനക്ക് ഇത് മനസ്സിലാക്കി തന്നത്. നീ സ്വർഗത്തിൽ കെട്ടിയ ഞാൻ ഭൂമിയിൽ കെട്ടും, നീ സ്വർഗത്തിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞ് അങ്ങോട്ടൊരു 4 വാക്യം കഴിഞ്ഞപ്പോ കർത്താവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 16 അത് പറഞ്ഞു വരുന്നുണ്ടേ. പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പത്രോസ് പറഞ്ഞു, പിന്നെ ഗുരു നിനക്കത് സംഭവിക്കരുതേ, നിനക്കങ്ങനെ സംഭവിക്കരുത്. അന്നേരം ബറിയോനാ ശിമോനെ ഒന്നും അല്ല വിളിച്ചത്, സേറ്റൻ. ഇംഗ്ലീഷിൽ പറയുന്ന സേറ്റൻ, ഗോ ബിഹൈൻഡ് മീ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിന്റെ അല്ല മനുഷ്യരുടേത് അത്രേ നോക്കുന്നത്. കണ്ടോ? അപ്പൊ എത്ര സ്നേഹത്തോടാ. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മൾ പൂർത്തീകരിക്കുന്നതാണ് ഇവന്റെ ഭയം. അവനത് ഭയപ്പെടുന്നു. എങ്ങനെങ്കിലും നമ്മുടെ റൂട്ട് തെറ്റിക്കുക. അമാത്യ എന്ന് പറഞ്ഞ സിന്നെന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിക്കുക. ഞാൻ ഇതുവരെ സബ്ജക്റ്റിലോട്ട് കയറിയില്ലെങ്കിലും പെട്ടെന്ന് കയറാം. ഞാൻ ഒരിക്കൽ ഈ ദൈവകൃപ വന്ന സമയത്തൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നു. അന്നേരം ഒരു ഭയങ്കര സ്പ്രിന്റർ, ഒരു ഓട്ടക്കാരനുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഭയങ്കര കോടീശ്വരിയായ ഒരു സ്ത്രീ പറഞ്ഞു, ഇവനുമായിട്ടൊരു ബെറ്റ് വെക്കാൻ, ഇവനെ തോപ്പിക്കാന്ന് പറഞ്ഞു. ആള് പറഞ്ഞു, നീ ക്രേസി ആണോ? അവനെ ഇന്ന് വരെ ആരും തോപ്പിച്ചിട്ട് സ്പ്രിന്റർ, അവനെ തോപ്പിക്കാൻ പറ്റത്തില്ല. അവള് പറഞ്ഞു, നിങ്ങള് ഇത് വെക്ക്, എന്നിട്ട് നിങ്ങളത് ഞാൻ ബെറ്റ് വെച്ചില്ലേ, ഞാൻ തോപ്പിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളിത് ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവര് ഇതെല്ലാം ട്രാക്കെല്ലാം ഇട്ടു. പിന്നെ ലൈൻ വരച്ചു, നിർത്തി, റെഡി 1 2 3 എന്ന് പറഞ്ഞു. ഒറ്റ ലീപ്പിന് ഇയാള് മുമ്പിൽ കയറി, ഇവള് പുറകില്ല. ഇവള് പതിയെ പോക്കറ്റിൽ നിന്ന് ഒരു ഡയമണ്ട് എടുത്ത് ഈയുടെ ട്രാക്കിലോട്ട് ഇട്ട് കൊടുത്തു. ഡയമണ്ട് ട്രാക്ക് വീണെന്ന് കണ്ടപ്പം അയാള് പതിയെ കുനിഞ്ഞ് അതെടുത്തു. അപ്പൊ അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഓടി ജയിക്കുമെന്നൊരു കോൺഫിഡൻസ് മനസ്സിലുണ്ട്. പക്ഷെ അയാള് കുനിഞ്ഞ് എടുത്ത് ഇത് പോക്കറ്റിൽ ഇടുന്ന നേരത്തിന് അവൾ ഓടി ഒപ്പമെത്തി. അടുത്ത അയാളെ ലീപ്പ് മുന്നിൽ കയറിയപ്പോഴത്തേക്ക് അവൾ അത് തന്നെ ചെയ്തു. ലാസ്റ്റില് ഫിനിഷിംഗ് ലൈനിൽ വരുന്നതിന് മുമ്പും അവൾ അത് ചെയ്തു. അയാൾ ഇത് എടുക്കുമ്പോഴത്തേക്ക് അവള് ഫിനിഷിംഗ് ലൈനിൽ എത്തി. കണ്ടോ? അപ്പൊ നമ്മുടെ ഓട്ടം തെറ്റിക്കുക. അതാ പൗലോസ് പറയുന്നത്, വിരുദ് പ്രാപിക്കണം. വല്ല വിധേനയും എനിക്ക് തോന്നുന്നത് ഫിലിപ്പി ലേഖനം 3:14 പറയാം. വല്ല വിധേനയും 3:14 ആരെങ്കിലും എടുത്തെങ്കിൽ ഒന്ന് വായിച്ച്. ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് ഞാൻ മറന്നു, മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. ഉണ്ടോ? പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുക. പുറയിലത്തെ ഒന്നും ഓർത്ത് ഇന്നലകളെല്ലാം കഴിഞ്ഞ നമ്മുടെ ഇന്നലെ ഞാൻ ആരായിരുന്നെന്നും എന്തായിരുന്നെന്നും, ഞാൻ കേരളത്തിൽ ഇന്റർനെറ്റ് കൊണ്ടുവന്നു, DTP കൊണ്ടുവന്നു, ടെക്നിക്കൽ ഇൻസലിജൻസിന് എനിക്ക് അവാർഡ് കിട്ടി. ഇതൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് എങ്ങനെയും എന്റെ ലക്ഷ്യത്തിൽ എത്തണം, എനിക്ക് വിരുദ് പ്രാപിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അവിടെ ഇനി ഞാൻ എന്റെ ദൂതിലേക്ക് കടക്കാൻ പോവാണ്. നമ്മളെടുത്ത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ പറയാൻ തുടങ്ങി. അതിനകത്ത് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് 2 സഹോദരിമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2 സഹോദരിമാര്. ആ 2 സഹോദരിമാര് വാസ്തവത്തില് റിബേക്കയും അമീനുമാണ് ചേടത്തിയുടെ അനിയത്തിയുടെ പേര്. ആ ചേടത്തിക്ക് ഒരു
19 വയസ്സുണ്ട്. ഈ അനിയത്തി അമ്മിക്കൊരു 11 വയസ്സുമുണ്ട്. ഇവരുടെയൊക്കെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ടോയ്സ് സ്റ്റോറുകളും ഒക്കെ കാണും. പിള്ളേർ തന്നെ അടുത്തുള്ള ടോയ് സ്റ്റോറിലോട്ട് നടന്നൊക്കെ പോവും. എന്നിട്ട് അവര് ടോയ് ഒക്കെ മേടിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യും. ഇവര് ചേട്ടത്തി അനിയത്തിയും കൂടെ അങ്ങോട്ട് പോയി. പക്ഷേ വീടിനടുത്തുള്ള ഒരു സ്റ്റോറിലേക്ക് അവർ പോയത്. എന്നാൽ ആ യാത്ര അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ സങ്കല്പത്തിൽ അവർ ടോയ് മേടിച്ച് വരുന്ന സങ്കല്പങ്ങളെ എല്ലാം പാടെ മറിച്ചുകൊണ്ട് മാറ്റിമറിച്ചുകൊണ്ട് 2 സാമൂഹ്യ വിരുദ്ധർ അവർ സ്റ്റോറിൽ എത്തുന്നതിന് മുമ്പേ അവരെ ബലമായി കീഴ്പ്പെടുത്തി. കാറിന്റെ ഡോറ് തുറന്ന് ഇവർ ബലമായി പിള്ളേരെ വലിച്ച് വണ്ടിക്കകത്തിട്ടിട്ട് ഒരു 40 മൈൽ അകലെ ഇവര് വണ്ടി ഓടിച്ചങ്ങ് പോയി. ഓടിച്ചു ചെന്നിട്ട് വിജനമായ ഒരു സ്ഥലത്ത് പാറയിടുക്കുകളും പാലത്തിനും അടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മൃഗീയമായി 19 വയസ്സുകാരിയെ മാനഭംഗപ്പെടുത്തി. റിബേക്കയെ മാനഭംഗപ്പെടുത്തി. അന്നേരം അവള് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, എന്റെ കുഞ്ഞനിയത്തിയെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ വെറുതെ വിടണേ എന്ന് അവള് കരഞ്ഞു പറഞ്ഞു. അവൾ അപേക്ഷിച്ചു, അവളെ കുഞ്ഞനിയത്തിയെ വെറുതെ വിടണേ എന്ന് പറഞ്ഞെങ്കിലും ആ കശ്മലന്മാർ അവളുടെ കുഞ്ഞനിയത്തിയെയും അവളെയും 140 അടി താഴ്ചയുള്ള പാറക്കെട്ടുകളിലേക്ക് വലിച്ചെറിഞ്ഞു. മാനഭംഗപ്പെടുത്തി അവരെ വലിച്ചെറിഞ്ഞു. അവളുടെ ആ കുഞ്ഞനിയത്തി എന്ത് ചെയ്തു? ആ പാറക്കെട്ടിൽ വീണ് തൽക്ഷണം അവൾ മരിച്ചു. റിബേക്കയുടെ അരക്കെട്ട് 5 ഭാഗങ്ങളിലായി പൊട്ടി തകർന്നു. ആ ഇരുണ്ട രാത്രിയിൽ, തണുപ്പുള്ള രാത്രിയിൽ ആ റിബേക്ക കോച്ചുന്ന മഞ്ഞിൽ ഒരു വിധത്തിൽ കരപറ്റി പാറയിടുക്കൽ ഇങ്ങനെ കിടന്നു. ആരൊക്കെ വന്ന് അവളെ രക്ഷപ്പെടുത്തി. ഒരു പ്രഭാതത്തിന് വേണ്ടി അവൾ കാത്തിരുന്നുവെങ്കിലും അവളുടെ ജീവിതത്തിൽ സൂര്യോദയം ഒരിക്കലും ഉണ്ടായില്ല. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ ആ വീഴ്ചയിൽ അവളുടെ 2 പ്രാവശ്യം അവൾക്ക് മരണം. ഒന്ന് ശാരീരികമായും മാനസികമായും അവൾ തകർക്കപ്പെട്ടു. അവളുടെ മുഴുവൻ സ്വപ്നങ്ങളും ഇല്ലാതായി. അവളുടെ മനസ്സ് മരിച്ചു. അവളുടെ സ്വപ്നങ്ങളില്ലാതെയായി. ജീവിച്ചിരിക്കുന്ന വെറും ഒരു ജീവശവം പോലെ റിബേക്കയെ ആരോ രക്ഷപ്പെടുത്തി. അവളുടെ ശരീരത്തിലെ മുറിവുകളൊക്കെ ഉണങ്ങി ഗ്രാജുവലി. അവളുടെ അക്രമികളെ പോലീസ് തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവളുടെ കോടതി അവർക്ക് ശിക്ഷ വിധിച്ചു. വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് കടന്നുപോയി. റിബേക്ക പഠിച്ചു. റിബേക്ക അവളുടെ പഠനം പൂർത്തിയാക്കി. അവൾക്കൊരു ജോലി ലഭിച്ചു. ആരോഗ്യം മടക്കി കിട്ടി. അതിലുപരി അവളെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെയും മാത്രമല്ല അവനിൽ ഒരു കുഞ്ഞിനെയും അവൾക്ക് ലഭിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇറ്റ്സ് എവറിത്തിങ് ഈസ് ഓവർ ആൻഡ് ഡൺ വിത്ത്. ഇനിയുമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇവിടം കൊണ്ട് കഥ തീരുകയല്ല, കഥ തുടങ്ങുക. ഇവളുടെ അക്രമികളിൽ പരോളിൽ ഇറങ്ങിയെന്ന് അവള് TV-യിൽ ന്യൂസ് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ അവള് തന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൂട്ടി 19 വർഷത്തിന് മുമ്പേ എവിടെയാണ് അവളെ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി അവിടെ കുഞ്ഞനിയത്തെ എറിഞ്ഞ് അതിനകത്ത് പാറയിടുക്കലേക്ക് എറിഞ്ഞു കൊന്ന് ആ സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു. എന്നിട്ട് അവിടെ ചെന്ന് വണ്ടി അതിനടുത്ത് നിർത്തിയിട്ട് ഈ നടന്ന സംഭവങ്ങൾ ഓരോന്ന് ഇവള് പറയാൻ തുടങ്ങി. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഇവളെ ബലമായിട്ട് വാഹനത്തെ കയറ്റി ഈ പാറയിടുക്കിലേക്ക് കൊണ്ടുവന്ന് അവളെ എങ്ങനെ മാനഭംഗപ്പെടുത്തി, അവിടെ കുഞ്ഞനിയത്തെ എങ്ങനെ ഉപദ്രവിച്ചു, 2 പേരെ വലിച്ച് പാറയിടുക്കിലേക്ക് എറിഞ്ഞതും ആ രാത്രി ആ പാറക്കെട്ടിനകത്ത് ആ മഞ്ഞിനകത്ത് അവള് കടന്ന് ഒരു വിധത്തിൽ ആ പാറക്കെട്ടിൽ അള്ളിപ്പിടിച്ച് കിടന്ന് ആരോ രക്ഷപ്പെടുത്തിയതെല്ലാം അക്കമിട്ട് അവൾ അവിടെ ഭർത്താവിനോട് പറയാൻ തുടങ്ങി. എന്നിട്ട് അവൾ ഏങ്ങി കരയാൻ തുടങ്ങി. അവൾ കരയുന്നത് അവളുടെ കുഞ്ഞ് കാണാതിരിക്കാൻ അവളുടെ ഹസ്ബൻഡ് കുഞ്ഞുമായിട്ട് കാറിനടുത്തേക്ക് പതിയെ നീങ്ങി. കേട്ടോണം, ആ പിതാവ് കുട്ടിയുമായിട്ട് കാറിനടുത്തേക്ക് നീങ്ങുമ്പോൾ ഏതാനും ചുവടുകൾ വെച്ചപ്പോഴേക്കും താഴെ വെള്ളത്തിലേക്ക് എന്തോ പതിക്കുന്ന ഒരു ശബ്ദം അവർ കേട്ടു. നടന്ന സംഭവം ഇത് കേട്ടോ, ഇത് ചെറിയ സ്റ്റോറി.
അയാൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് വൈകിപ്പോയിരുന്നു. കാരണം റിബക്ക രണ്ടാമതും അവൾ ആ പാറയിടുക്കിലേക്ക് ചാടി. 19 വർഷത്തിന് ശേഷം അവൾ കഴുത്തൊടിഞ്ഞ് മരിച്ചു. എന്നിട്ട് സൂര്യൻ പലവട്ടം ഉദിച്ചെങ്കിലും റിബക്കയുടെ പ്രഭാതം ഒരിക്കലും വന്നില്ല. ഇനി ഞാൻ അതിന്റെ ശരിയായിട്ടുള്ള ആ സ്റ്റോറിയിലേക്ക് കടക്കുക. നമുക്കറിയാം ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന്. ഇനി എന്റെ ചോദ്യം, റിബക്ക രണ്ടാമതും മരിച്ചത് എന്തിനാ? വൈ ഡിഡ് ഷീ ഡു ദാറ്റ്? ഞാൻ എന്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ കുറിച്ചിട്ടു. അതിലൊന്ന് ഭയം കൊണ്ട്. കാരണം ഇനിയും ഒരിക്കൽ കൂടി ഇതുപോലൊരു ആവർത്തനം തന്റെ ജീവിതത്തിൽ തനിക്ക് താങ്ങാൻ കഴിയത്തില്ല. ഷീ കനോട്ട് ഫേസ് ഇതുപോലൊരു സംഭവം തന്റെ ജീവിതത്തിൽ ഇനി ഫേസ് ചെയ്യാൻ അവർക്ക്. ആ ഭയം അവളെ പിടികൂടി. രണ്ടാമത് അവൾക്ക് വൈരാഗ്യം, വിരോധം, തന്നോടും സമൂഹത്തോടും ദൈവത്തോടും അവളെ ഉപദ്രവിച്ചവരോടുമുള്ള വിരോധം കൊണ്ട് അവളത് ചെയ്തു. മൂന്നാമത് കുറ്റബോധം, തന്റെ കുഞ്ഞനീത്തിയുടെ മരണം നടന്നിട്ട് താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെന്നുള്ളൊരു കുറ്റബോധം. നാലാമത് അപമാനം, ജീവിതത്തിന്റെ ഓരോ താളിലും പച്ച കുത്തിയ അപമാനഭാരം കൊണ്ട്. എവിടെ നോക്കിയാലും വിരൽ ചൂണ്ടി ആള് പറയുക, ഈ കുട്ടിയല്ലേ, ഇവളല്ലേ. അന്നാ സംഭവം സമൂഹത്തിലെ കാര്യം ഇതൊരു വലിയ സ്റ്റോറി ആയിട്ട് വന്നു. TV, ന്യൂസ് പേപ്പർ എല്ലാം കവർ ചെയ്തു ഓരോരുത്തരും. അപ്പൊ അപമാനം, ജീവിതം മുഴുവൻ പച്ച കുത്തി അപമാന ഭാരം കൊണ്ട്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തായാലും കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ഭയം, വൈരാഗ്യം, കുറ്റബോധം, അപമാനം അവളുടെ പ്രത്യാശയേക്കാൾ വലുതായിരുന്നു. ജീവിതത്തിൽ പ്രത്യാശയുണ്ടെങ്കിൽ, ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ. നമുക്കറിയാം 12 സംവത്സരം രക്തസ്രാവം ഉള്ളവളായ സ്ത്രീ, അവൾക്കുള്ളതെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ഒട്ടും ഭേദം വരാതെ അവൾ യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ അവള് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ വളരെ ഗൗരവമുള്ള കാര്യം പറഞ്ഞു. അവള് പറഞ്ഞു, ഞാൻ പോകും, ഞാൻ തൊടും, ഞാൻ രക്ഷപ്പെടും. ഞാൻ നിങ്ങളോട് ഈ രാത്രി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവളിത് ആരോട് പറഞ്ഞു? സമൂഹം അവളുടെ മുഖത്ത് നോക്കിയല്ല. അവൾ അശുദ്ധയാന്നാ പറയുന്നത്. ഒരു വീട്ടിനകത്ത് അവളെ കയറ്റിയല്ല. ഒരു മംഗളകർമ്മത്തിന് അവൾക്ക് സ്വന്തം വീട്ടിൽ പോലും അവള് ഒറ്റയ്ക്ക് അപരിചയായി രക്തസ്രാവം ഉള്ളവളായി ജീവിക്കുന്നവര്. ഇവള് പിന്നെ ആരോടാ പറഞ്ഞു? അവള് തന്നോട് തന്നെയാ പറഞ്ഞത്. ഈ രാത്രി ഒരു വലിയ ഗൗരവമുള്ള ദൂത് ഞാൻ പറയാം. ഒന്ന്, നിന്റെ ജീവിതത്തിൽ തിക്തമായ അനുഭവങ്ങൾ നിന്നെ വേട്ടയാടുമ്പോൾ മറ്റാരോടും അല്ല പറയണേ, നീ നിന്നോട് പറയണം, ഞാൻ ഇതിനെ അതിജീവിക്കും, ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു വരും, ഞാൻ രക്ഷപ്പെടും. അവക്കറിയാം ആ സമയത്ത് അവള് ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ ആ പുരുഷാരത്തിനിടയിൽ കൂടെ പോയാൽ കാണുന്നവരവളെ കൊല്ലും. കാരണം അശുദ്ധിയായ അവള് സമൂഹത്തിൽ ഇറങ്ങാനൊക്കത്തില്ല, പുരുഷാരത്തിനിടെ വരാനൊക്കത്തില്ല, ആഴം തൊടാനൊക്കത്തില്ല. അവളെ തൊടുന്നവരെല്ലാം അശുദ്ധരാകും. പക്ഷെ അവളോട് പറഞ്ഞു, ഈ രാത്രി ഭയം നിന്നെ വേട്ടയോടുന്നുണ്ടെങ്കിൽ, നിരാശ നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അപമാനമോ കുറ്റബോധമോ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, നീ പറയണം, ഞാൻ ഇതിനകത്തൊന്ന് പുറത്തു വരും. ഐ വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ എന്നും പറയും, അന്നക്കണ്ടത്തിൽ യു ആർ ക്യാൻസർ ഫ്രീ. ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ആദ്യം പറയുന്നതാ, അന്നക്കണ്ടത്തിൽ നിന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരൊറ്റ സെല്ല് പോലും ഇല്ല. യു വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. നീ ഇനി ഓടും, നീ കർത്താവിന്റെ നാമം ചുമന്നുകൊണ്ട് ഇനി ഓടും. തിരുവനന്തപുരത്ത് ഷാജി പാസ്റ്റർ അടുത്തൊക്കെ പോകാനുള്ള, മനസ്സിലായില്ലേ? ഞാൻ പുറത്തു വരും, ഞാൻ യേശുവിന് വേണ്ടി ഓടും, ഞാൻ അനേക രോഗികളെ സൗഖ്യമാക്കും. ഐ എം ഫ്രീ ഓഫ് ക്യാൻസർ, ഐ എം പെർഫെക്റ്റ്ലി ഫ്രീ. കാരണം യേശുവിന്റെ രക്തത്തിന്റെ വിലയായി ശരീരം, അവന്റെ പരിശുദ്ധാത്മാ വസിക്കുന്ന മന്ദിരമാ. പിശാചെ, നിനക്കിതേ ലീഗലായിട്ട്, നിയമപരമായിട്ട് നിനക്കിതേൽ ഒരവകാശവും ഇല്ല. യു ഷുഡ് സേ ദാറ്റ്. യു ആർ നോ റൈറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ശരീരത്തിലെ രോഗമാകട്ടെ,
മാനസികമായ പ്രയാസമാകട്ടെ, സാമ്പത്തിക തകർച്ചയാകട്ടെ, അല്ല തലമുറയെ കുറിച്ചുള്ള ഭാരമാകട്ടെ, whatever it is, നീ നീ നിന്നോട് പറയണം. വേറെ ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട. ചിലപ്പോ വേറെ ആരോടെങ്കിലും 4th സ്റ്റേജ് ക്യാൻസർ ആന്ന് പറയുന്നത് ഞാൻ പ്രസംഗിക്കാൻ പോകും, ഞാൻ ഓടുമെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്നെ കൂവും, ഇല്ലയോ? ഞാൻ എന്നോടാ പറയുന്നത്, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലായിരിക്കുന്നത്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലായിരിക്കും. നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നതാ നിനക്ക് സംഭവിക്കുന്നത്. സോ കീപ് ഓൺ സേയിങ് ദാറ്റ് I'll come out of it, I'll make it in life. ഇനി ഞാൻ 2-3 കാര്യങ്ങൾ വേഗത്തിൽ ചോദിക്കാം. അപ്പൊ അവളുടെ പ്രത്യാശ കഴിഞ്ഞും വലുതായിരുന്നു അവളുടെ നിരാശയും അവളുടെ ഭയവും അവളുടെ അപമാനബോധവും എല്ലാം. ഇനി നോക്കിക്കേ, സമൂഹത്തിലെ മാന്യന്മാർ, സദാചാരത്തിന്റെ വക്താക്കൾ, ന്യായശാസ്ത്രിയും പരീശനും ഒന്നിച്ച് വിരൽ ചൂണ്ടി വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുക. 8-ാം അധ്യായം. ഇനി 8-ാം അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് വന്ന് വായിച്ച ആരെങ്കിലും. യേശു ഒലിവ് മലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെ അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. യേശു അവിടെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ ശാസ്ത്രിമാരും പരീശന്മാരും കൂടെ ഒന്നിച്ച്, ആ വാക്യം ഒന്നുകൂടെ വായിച്ച മോളെ, ലാസ്റ്റ് വായിച്ച. അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇവളെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷീസ് കോട്ട് ഇൻ ദ ആക്ട് ഓഫ് അഡൾട്ടറി. അവൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അവളുടെ, എന്ന് പറഞ്ഞാൽ അവളുടെ സ്വകാര്യ ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് പരസ്യ കാഴ്ചയായി. എന്നെ ശ്രദ്ധിച്ചേ, ഒരു ശാരീരിക ബന്ധത്തിൽ ഒരു സ്ത്രീ ഏർപ്പെടുമ്പോൾ ഒരിക്കലും അത് പരസ്യമായിട്ടല്ല ചെയ്യുന്നത്, അതൊരു രഹസ്യമാണ്. അപ്പൊ അവിടെ സ്വകാര്യ ജീവിതമാണ്. പക്ഷെ ഇപ്പൊ അതിനെ ഞങ്ങൾ കണ്ടു. കോട്ട് ഇൻ ദ ആക്ട് ഓഫ് അഡൾട്ടറി എന്ന് പറഞ്ഞാൽ വ്യഭിചാര കർമ്മത്തിൽ അവളെ ഞങ്ങൾ പിടിച്ചെന്ന് പറഞ്ഞ അവളുടെ സ്വകാര്യ ജീവിതം ഒരു നിമിഷം കൊണ്ട് പരസ്യ കാഴ്ചയായി. മനസ്സിലാക്കിക്കേ. എന്നിട്ട് അവര് വിരൽ ചൂണ്ടി പറയുകയാണ്, അടുത്തത്, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഭർത്താവല്ല, അതവര് ഉറപ്പുവരുത്തി. ഭർത്താവാണെ വ്യഭിചാരമെന്ന് പറയില്ലല്ലോ. എങ്കിൽ അയാൾ എന്ത്? അപ്പൊ എന്റെ ചോദ്യം, അവള് ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇവര് കണ്ടെങ്കിൽ അവളെ പിടിച്ചപ്പോ എന്താ അവനെ പിടിക്കാഞ്ഞ്? നിങ്ങൾ എന്നോട് മറുപടി പറ. എന്താ അവനെവിടെ? ഒന്നിലധികം സാക്ഷികൾ, അതായത് 2 പേരുടെ സാക്ഷ്യം ഒന്നിനെ ഉറപ്പാക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിലധികം സാക്ഷികൾ അത് ഉറപ്പുവരുത്തി, ന്യായശാസ്ത്രിയും പരീശനും. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. എന്താ അവര് പറഞ്ഞത്? ആ വാക്യം വായിച്ച്, മോള് വായിച്ച വാക്യം വായിച്ച്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന്. അപ്പൊ മോശയുടെ ന്യായപ്രമാണം എന്ത് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചവളെ കൊണ്ട് 2 സാക്ഷികളുടെ ഇതുകൊണ്ട് ഇത് ഉറപ്പുവരുത്തി അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത്, നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇനി ഒരു കാര്യം കൂടെ അവർക്കറിയണം. ഒന്ന്, ഇവള് വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടെന്ന് അവർക്കറിയാം. 2, അങ്ങനെയുള്ളവരുടെ മോശയുടെ ന്യായപ്രമാണം പറയുന്നു ഇവരെ കല്ലെറിയണം, അതും അറിയാം. ഇനി ഞങ്ങൾക്ക് 3ാമതൊരു കാര്യം കൂടെ അറിയണം. അതെന്തോ? ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. കണ്ടോ? 3ാമത് അറിയുന്ന അതല്ല, അതിന്റെ മുകളിലൊരു വാക്യമുണ്ട്, നീ എന്ത് പറയുന്നു?
നീ എന്തുവാ ഇതിനെ കുറിച്ച് പറയുന്നത്? എടാ, ഇവർക്കറിയാമല്ലോ കല്ലെറിയണമെന്ന്. ഇവര് കണ്ടതാണല്ലോ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ടത്. പിന്നെന്തിനാ ഇവനോട് ഇത് ചോദിക്കുന്നത്? അടുത്ത വാക്യം പറയുകയാണ്, ഇത് അവനെ കുറ്റം ചുമത്തുവാൻ അപ്പൊ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ സ്ത്രീ അല്ല. അവരുടെ ടാർഗറ്റ് യേശുവാ. ഇവനെ കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് അവൻ സംസാരിക്കുന്നു പറയും. എറിയാൻ പറഞ്ഞാലോ യേശുവിന്റെ അവിടുത്തെ ഇമേജ് മുഴുവൻ പോയി. ജനത്തെ ഉപദേശിക്കുകയും ജനത്തെ സൗഖ്യമാക്കുകയും ജനത്തിന് വേണ്ടി ഓരോ കാര്യം ചെയ്യുന്നതിന് അവളെ കല്ലെറിയാനുണ്ട്. എന്നിട്ടാണോ അവൻ അവളെ കല്ലെറിയാൻ അനുവദിച്ചു? കൊല്ലാൻ പറഞ്ഞാൽ ജനത്തിന്റെ സപ്പോർട്ട് പോവും. പിന്നെ എറിയണ്ടെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം, പരീശന്മാരും ന്യായശാസ്ത്രിമാരും പറയും ഇവൻ ന്യായപ്രമാണത്തിനെതിരെയാ വീഴും. ഉണ്ടോ? അപ്പൊ ദാറ്റ് വാസ് എ ട്രാപ്പ്. അപ്പൊ അവളെ പിടിച്ചുകൊണ്ടെന്നെങ്കിൽ അവള് തലയുയർത്തിയിട്ടില്ല. അവരുടെ കയ്യിലെ കല്ലുകൾ അവര് കണ്ടു, അവരുടെ വായിലെ വാക്കുകൾ അവള് കേട്ടു. പക്ഷെ അവൾക്ക് മറുപടിയില്ല, കാരണം പ്രതിഷേധമില്ല, കാരണം അവള് പിടിക്കപ്പെട്ടവളാ. ഇന്ന് രാത്രി എന്റെ ചോദ്യം, കൺവെൻഷൻ ആണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നെ കേൾക്കുന്ന ജീവിതങ്ങളിൽ എത്ര പേര് പിടിക്കപ്പെട്ടവരായുണ്ട്? അറിയാതെ പോയ ഒരു കാര്യത്തില് പരസ്യമായും രഹസ്യമായും ഭയം വേട്ടയാടുന്ന എത്ര പേരുണ്ട്? അയ്യോ, അവരറിഞ്ഞാൽ, അയ്യോ ഇതെങ്ങാനും പുറത്തു വന്നാൽ, ഭയം വേട്ടയാടുക. ചിലത് ആര് പറഞ്ഞിട്ടില്ല, പക്ഷേ ചിലരോടൊക്കെ നമ്മളോട് ചെയ്തവര്, ഉപദ്രവിച്ചവര്, കുറ്റം ചുമത്തിയവര്, അപമാനിച്ചവരോട് ധാർമ്മികമായ രോഷം നമ്മുടെ മനസ്സിലുണ്ട്. മൂന്നാമത് ഈ തെറ്റ് ചെയ്തു പോയി, ആര് പറഞ്ഞില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കുറ്റബോധമുണ്ട്. ഇനി ഇതെങ്ങാനും പുറത്തു വന്നാൽ തീർന്നു, പിന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാനൊക്കത്തില്ല. നമ്മുടെ ഇടയിൽ, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ, സ്നാനപ്പെട്ടവരുടെ ഇടയിൽ, ആരാധനയ്ക്ക് പോകുന്നവരുടെ ഇടയിൽ ഇന്നും ഇതുപോലെ ഭയം വേട്ടയാടുന്ന, വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, അപമാനമുള്ള എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്? എത്ര പേര് കുറ്റബോധമുള്ള, വേണ്ട അത് ചെയ്യണ്ടായിരുന്നു, വേണ്ട അത് പറയണ്ടായിരുന്നു, ഞാനത് പറയണ്ടായിരുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ വന്ന ഒരു കൊച്ചു സ്റ്റോറിയുള്ള ഒരു സംഭവം പോലീസുകാരൻ പറയുന്നു. ഒരു വീട്ടിലെ 2 പെൺകുട്ടികൾ, 4ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന്റെ ബാഗിനകത്ത് ഇലക്ട്രിക് ലൈറ്റർ ഉണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിന്റെ ചേടത്തിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഡ്രഗ്സ് ഉണ്ട്. ആ കുട്ടിക്ക് ഡ്രഗ്സ് കൊടുത്ത് അതിനെ സെഡ്യൂസ് ചെയ്തിട്ട് അതിനെ അനാവൃതമാക്കി ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ കാണിച്ചിട്ട് അവളോട് പറഞ്ഞു, ഡ്രഗ് മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് പറഞ്ഞു. ഭയം, ഭീഷണിപ്പെടുത്തി. 14 വയസ്സേ ഉള്ളൂ, അവൾ ആത്മഹത്യ ചെയ്തു. നമ്മളിലേക്കൊന്ന് നോക്കിക്കേ. നമ്മൾ വചനം കേൾക്കുന്നവരാ, നമ്മൾ പ്രസംഗം കേൾക്കുന്നവരാ, നമ്മൾ ആരാധിക്കുന്നവരാ. ഡു യു ഹാവ് എ ക്ലിയർ കോൺഷ്യൻസ്? ഉണ്ടോ? ഇനി നോക്കിക്കേ, അവളെ എന്തിനാ പിടിച്ചത്? അവളെ പിടിച്ചത് അവളെ ഒരു കരുവാക്കുവാൻ. അപ്പൊ നമ്മൾ ചോദിക്കും, എങ്കിൽ എന്തിനാ അത് ചെയ്തേ? അപ്പൊ
അവർക്ക് നിന്റെ ജീവിതം ഒരു വിഷയമല്ല. അവര് ട്രാപ്പ് ചെയ്തതിനകത്ത് ഒരു ജസ്റ്റ് ഒരു കരു മാത്രമാണ് നീ. യു ആർ ജസ്റ്റ് എ വിക്ടിം. ശത്രുവിന്റെ കയ്യിലെ ഒരു കരു, ഒരു വിക്ടിം. മറ്റാരുടെയോ പദ്ധതിയിൽ പെട്ടുപോയ ജീവിതം. ഇല്ലേ? പെട്ടുപോയി. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടെന്ന് വചനം പറയുന്നതല്ലേ, പെട്ടുപോയി. പെട്ടുപോയ ജീവിതമാണ്. അപ്പൊ എന്റെ ചോദ്യം, എങ്ങനെ ഈ പെട്ടുപോയത്? ഞാൻ നിങ്ങളോട് ഇന്ന് വളരെ ഗൗരവമുള്ള, ഞാനിതിങ്ങനെ കുറെ ഇന്നലെ മിനിഞ്ഞാന്നും എല്ലാം ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ഒത്തിരി. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എവിടാ നമ്മൾ പരാജയപ്പെടുന്നത്, എവിടാ ശത്രു ജയിക്കുന്നത്? വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ മനുഷ്യൻ വീണ്ടെടുക്കപ്പെടാത്ത ഒരു ശരീരത്തിലായിരിക്കുന്നത്. യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാര് എല്ലാരും ഇത് കേൾക്കണം. ഈ ഘോരം ഞാൻ പ്രസംഗിക്കുന്നു. എനിക്ക് 75 വയസ്സ് തികഞ്ഞു കഴിഞ്ഞു. പക്ഷെ 10 പ്രാവശ്യം ആരെങ്കിലും വാളംപുളി എന്ന് പറഞ്ഞാൽ എന്റെ വായിൽ വെള്ളം വരും. ഷാജി പാസ്റ്ററെ, എന്താ എനിക്ക് അഭിഷേകമില്ലാഞ്ഞിട്ടാ? ആണോ? പറ, നിങ്ങൾ പറ. കാരണം ഈ ശബ്ദം എന്റെ ചെവി കേട്ടു. അതെന്റെ തലച്ചോറിനോട് പറഞ്ഞു. തലച്ചോറ് എന്നെ പറഞ്ഞു, ഈ സാധനത്തിന് ഇങ്ങനത്തെ ടേസ്റ്റ് ആണ്. അതുടനെ സലൈവറി ഗ്ലാൻഡിനോട് പറഞ്ഞു. എന്റെ വായി വെള്ളം വന്നു. മനസ്സിലായോ? ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അനക്കണ്ടത്തിൽ ആന്റി ഒരു മൂരാച്ചി. അല്ല. വചനമൊക്കെ പഠിക്കുമ്പം നമ്മൾ വചനത്തെ ഒരു കാര്യം വേണ്ട, വസ്ത്രം ധരിക്കുമ്പം നമ്മൾ യോഗ്യമായി വസ്ത്രം ധരിക്കണം. കാലം എങ്ങനെയും പോട്ടെ, ഇന്നത്തെ ഇവർ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. സെപ്പറേറ്റഡ് ബൈ ഗോഡ് ഫോർ ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിതീഷിന്റെയോ അച്ചുവിന്റെയോ പെങ്ങന്മാരെ ആരെങ്കിലും ആവശ്യമില്ലാതെ ഒന്ന് നോക്കിയാൽ ഉടനെ അവര് പറയും, നീ അത് കയറിപ്പൊടി. പറയത്തില്ലേ? നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കൊച്ചായിരിക്കുമ്പോ എന്റെ മൂത്ത ബ്രദർ കൊച്ചിപ്പൻ, പുള്ളി സഖാവ് കൊച്ചിപ്പൻ, മുനിസിപ്പാലിറ്റിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പുള്ളി കോളേജ് പഠിക്കുമ്പോൾ ഞാൻ പറയാം എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടു. പുള്ളി അമ്മയോട് പറയാം, ഞാനും കൊണ്ടുപോകത്തില്ല, ഉള്ളവരെല്ലാം ഇവളെ വായി നോക്കും, അതുകൊണ്ട് ഞാൻ ഇവളെ കൊണ്ട് പോകത്തില്ലെന്ന് പറയും. ഉണ്ടോ? നമുക്കത് ഇഷ്ടമില്ല. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം. ഞാൻ ഈ കേരളത്തിൽ ആദ്യം ഷാജി പാസ്റ്ററെ ജാക്കറ്റ് ഇട്ടത് ഞാനാ. ജഡം മരിക്കാത്ത എന്റെ ദാസന്മാർ ഇരിക്കുന്ന വേദികളിൽ നീ നിന്റെ ശരീരം മറയ്ക്കണമെന്ന് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു. നമ്മുടെ ഈ സാരി 2 പ്രാവശ്യം കൈപൊക്കി കഴിയുമ്പം വയറും കാണിച്ച് ഇത്രയും വൃത്തിയായിട്ട് ഒരു വേഷമില്ല. തമ്പുരാനാ എന്നോട് പറഞ്ഞത്. കാര്യം നമ്മുടെ അപ്പൻ ഭയങ്കര പൊസസീവാണ്. നമ്മളോട് ആവശ്യമില്ലാതെ ഒരാൾ കൂട്ടുകൂടുന്നത്, ആവശ്യമില്ലാത്ത നമ്മളെ സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, അവരോട് കമ്പനി അടിക്കുന്നത്, ഇതൊന്നും കർത്താവിന് ഇഷ്ടമല്ല. അറിയാമോ? നിങ്ങളുടെ സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അധികമായിരിക്കുന്നത്. നമ്മുടെ ചുമത്തെ ഇന്നത്തെ തലമുറയെ പ്രാപിച്ചോ പിടിച്ചോ ചാടിക്കോ പിടിച്ചോ, നമ്മൾ ചാടിയാൽ ഒന്നും പിടിക്കത്തില്ല. സ്പെൻഡ് യുവർ ടൈം വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവുമായിട്ടുള്ള ഒരു ഇന്റിമസി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നീ കഷ്ടത്തിന്റെ അപ്പം തിന്നാലും ഞെരുക്കത്തിന്റെ വെള്ളം കുടിച്ചാലും നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറിഞ്ഞിരിക്കില്ല. നിന്റെ വഴി ഇതിലേ എന്ന് നിനക്ക് പറഞ്ഞു തരും. ഓരോ നിമിഷവും ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞ ഒരു പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ സഖിത്വം ആ പരിശുദ്ധാത്മാവുമായിട്ട് മാത്രമായിരിക്കണം. വചനം വായിക്കണം. നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ദൈവം വചനം നമ്മളോട് ഇടപെടും. എന്റെ ഈ ബാഗൊക്കെ ചിലപ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ടേ, ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ ബാത്റൂമിൽ പോകും ബാഗ് എംപ്റ്റി ചെയ്യാനൊക്കെ. അന്നേരം പാട്ടുപാടും യേശുപ്പ എൻ്റെ അടുത്ത്. സാരമില്ല ഈ സങ്കടങ്ങൾ മാറിപ്പോകും, ഈ വേദനകളെന്ന് പറഞ്ഞ അപ്പൊ പാടും.
ഞാൻ ഒരിക്കല് അമേരിക്കൻ വിസയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഞാൻ ചെന്നൈ പോയപ്പം ഞാനൊരു ഹോട്ടൽ, അതിനടുത്തൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു. പക്ഷെ അതൊരു ബാർ ഹോട്ടലായിരുന്നു. ഞാൻ ചോദിച്ച മുറിയല്ല, താഴെ ഒരു മുറി. ഞാൻ പറഞ്ഞു പറ്റിയല്ല, എനിക്ക് വേറെ മുറി വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേറെ മുറി പോയെങ്കിലും രാവിലെ തന്നെ പോകുന്ന ഓർത്ത് ഞാനിങ്ങനെ വിഷമിക്കുമ്പം പെട്ടെന്ന് യേശുപ്പ പാടുവാ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ. See, 24/7 you can hear from him. നമുക്ക് വാസ്തവത്തിൽ മാനുഷികമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മളെ ബോറടിക്കും. നമ്മൾ നമ്മുടെ കർത്താവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഇന്റിമസി പോയി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരുമായിട്ടുള്ള ആ കൂട്ടുകെട്ട് നമ്മളെ ബോറടിക്കും. ഞാനിത് സത്യം പറയാം. അത് അന്നാക്കണ്ടത്തിൽ അമ്മച്ചിക്ക് ഇപ്പൊ 100 വയസ്സായി, അതുകൊണ്ട് ഇതൊക്കെ പറയാം. ഞങ്ങള് പിള്ളേരല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, അതുകൊണ്ടല്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ നോക്കിക്കേ, ഇനി നോക്കിക്കേ, എന്തുകൊണ്ടാണ് അവൻ അതിനകത്ത് പെട്ടുപോയത്? ബിക്കോസ് ആ സിൻഫുൾ നേച്ചർ ഓഫ് ദ ഫ്ലഷ്, ജഡത്തിന്റെ പാപപ്രകൃതി. എന്ത് ഗൗരവമുള്ള വിഷയം അതെന്നറിയോ? പാപപ്രകൃതി, സിൻഫുൾ നേച്ചർ. അതുകൊണ്ട് പത്രോസ് പറയുന്നത് നമ്മുടെ പാപപ്രകൃതിയെ ദൈവപ്രകൃതിയാക്കാൻ, സിൻഫുൾ നേച്ചറിനെ ഡിവൈൻ നേച്ചർ ആക്കാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. നമുക്കിന്നൊരു കീബോർഡ് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഡ്രം അടിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആത്മാവ് വരുള്ളൂ. അങ്ങനല്ല, 24/7 നമ്മുടെ കൂടെ ഇരിക്കാനാണ്. എന്നിട്ട് പറയുകയാണ്, നോക്കിക്കേ, റോമർ 6:12 പറയണം. 6:12, റോമർ 6:12, പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ നിവർത്തിമാറു വാഴരുത്. ഇപ്പൊ പാപത്തിന്റെ മോഹം എവിടെയാ വാഴുന്നത്? നിന്റെ ജഡത്തിലാ വാഴുന്നത്. കണ്ടോ? നമ്മുടെ ശരീരത്തിലാ. റോമാലേഖനം 7:11 പൗലോസ് പറയണ, പാപമോ അവസരം കിട്ടുമ്പോ എന്നെ ചവിതിക്കും. കൈന്റെയും ഹാബേലിന്റെയും നമ്മൾ വായിച്ചിട്ടുണ്ടാണ്. 34 എടുത്തു കഴിഞ്ഞ് വായിക്കുന്നതന്നെ പറയുന്നത്, കൈനോട് പറയുന്ന, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ മോഹം നിന്നോടാ, നീയോ അതിനെ കീഴടക്കണം. കൈൻ കീഴടക്കിയില്ല. കൈൻ സഹോദരനെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. നമ്മുടെ വാതിക്കൽ ഇവൻ കിടക്കുന്നു. ഇവന്റെ മോഹം നമ്മളോടാ. നമ്മളെ കൊണ്ടല്ലാതെ ഇവനൊരു പാപം ചെയ്യാൻ ഒക്കത്തില്ല. ഇവനെ കൊല്ലണമെങ്കിൽ ഒരു കൈ വേണം, തല്ലണമെങ്കിൽ ഒരു കൈ വേണം, ദൂഷണം പറയണ ഒരു നാക്ക് വേണം, ഏതെങ്കിലും നോക്കണമെങ്കിൽ കണ്ണ് വേണം. അതുകൊണ്ടാ ഇയ്യോബ് പറഞ്ഞു, ഞാൻ എന്റെ കണ്ണിനോടൊരു നിയമം ചെയ്തു, ഞാനൊരു കന്യകയെ ഇനി എങ്ങനെ നോക്കുന്നേ. ഒരാളെ ആശ്വസിപ്പിക്കണേ, ഒരാളെ ചീത്ത പറയണേ നാവ് വേണം, ഒരാളെ ആശ്വസിപ്പിക്കണേ നമ്മുടെ നാവ് വേണം, ഒരാളെ കൈവച്ച് പ്രാർത്ഥിക്കണേ നമ്മുടെ കൈ ദൈവത്തിന് വേണം, സുവിശേഷം പറയണേ കർത്താവിന് നമ്മുടെ നാവ് വേണം, വേദനിച്ചിരിക്കുന്നവനെ കാണണമെങ്കിൽ നമ്മുടെ കണ്ണ് വേണം, അവൻ പറയുന്നത് കേൾക്കണേ നമ്മുടെ ചെവി വേണം. അപ്പൊ നോക്കിക്കേ, കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നു. പൈശാചിക മണ്ഡലങ്ങൾക്ക് നമ്മുടെ ശരീരം രണ്ട് മേഖലകൾ ഇതിനു വേണ്ടി മൽപ്പിടുത്തമാണ്. ആർക്കും ഇട്ടുകൊടുക്കും. അത് നമ്മുടെ തീരുമാനം. കർത്താവ് വന്ന് ഗൺ പോയിന്റിൽ നീ ഇങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കുന്നൊന്നും പറയത്തില്ല, നമ്മളാ തീരുമാനിക്കുന്നത്. ഞാൻ കർത്താവിനെ പ്രസംഗിക്കുന്ന, ഞാൻ നാക്കൊണ്ട് ദോഷം പറയത്തില്ല, എന്റെ കൈ കൊണ്ടൊരു തെറ്റ് ഞാൻ ചെയ്യത്തില്ല, അത് നമ്മളാ പറയുന്നത്. അപ്പൊ നോക്കിക്കേ, അവിടെ പറയുകയാണ് പാപമോ അവസരം കിട്ടുമ്പോ ചതിക്കുന്നു. 7:24 പൗലോസ് പറയണ, 7:14 ഒരു വാക്യമുണ്ട്, ഞാനോ പാപത്തിന് ദാസ. ന്യായപ്രമാണം ദൈവത്തിന്റെ നിയമം, അത് ശരിയാ, പക്ഷേ ഞാനോ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. 7:14, റോമർ 7:14 ഒന്ന് വായിച്ചേ. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നു. ന്യായപ്രമാണം ആത്മീയമാ, ദൈവത്തിന്റെ വെല്ലുകൊണ്ട് എഴുതിയ പ്രമാണം. പക്ഷെ ഞാനോ ജഡമായി പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഐ ആം സോൾഡ് ഔട്ട് ഫോർ സിൻ. തേജസ് വിട്ടുമാറി നഗ്ന ശരീരം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്ലേവ് പാപത്തിന്റെ. അതുകൊണ്ട് 24 പൗലോസ് പറഞ്ഞ എനിക്കറിയാം. 7-ാം അധ്യായത്തിന്റെ 23, 24 ഒക്കെ ഒന്ന് വായിച്ചു മോളെ. 25, 24, 25 ഒക്കെ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണം
ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ഈ എന്നെ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, പാപത്തിന്റെ പ്രമാണം എന്റെ ശരീരം അതിന്റെ മുകളിൽ കിടക്കുന്നു. പാപത്തിന്റെ പ്രമാണം എന്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്നു. പാപത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. നമ്മൾ പറയും പോരാട്ടം അവിടുന്ന്, പോരാട്ടം ഇവിടുന്ന്, പോരാട്ടം അവിടുന്ന്. പക്ഷെ ആ പാപത്തിന്റെ പ്രമാണം നമ്മുടെ അവയവങ്ങളിലായിരിക്കുന്നത്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അടുത്ത വാക്യം 25. മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കണ്ടോ എന്തിനാ സ്തോത്രം ചെയ്തത്? ഇനിയും കേട്ടോണം. 8-ാമത്തെ അധ്യായം തുടങ്ങുന്നത്, അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശു, പെന്തിക്കോസിലുള്ളവർക്ക് നല്ല പറഞ്ഞത്, IPCയിലുള്ളവർക്ക് നല്ല പറഞ്ഞത്, AGയിലുള്ളവർക്ക് നല്ല പറഞ്ഞത്, സ്വന്തമായിട്ട് നിൽക്കുന്നവന് നല്ല പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കോ ഒരു ശിക്ഷാവിധിയുമില്ല. അടുത്ത വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. എന്താ ഫ്രീഡം നമുക്ക് കിട്ടിയത്? ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം, ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം, ലോ ഓഫ് സിൻ ആൻഡ് ഡെത്തിൽ നിന്ന് ലോ ഓഫ് ലൈഫ് ആൻഡ് സ്പിരിറ്റ്. ആ ലൈഫ് എന്ന് പറയുന്നത് സോയ ലൈഫാ, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. സോയ ലൈഫിൽ നിന്നും സ്പിരിറ്റ് റബ്ബിലേക്ക് നമ്മളെ കയറ്റി. മനസ്സിലാവുന്നുണ്ടോ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. കർത്താവിന്റെ അടുത്ത് വന്ന് നമുക്ക് കിട്ടിയ ഫ്രീഡം എന്ന് പറയുന്നത് മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും, ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്, ജീവന്റെ പ്രമാണത്തിലേക്ക്, ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് നമ്മളെ ലിബറേറ്റ് ചെയ്തു. ഇനി 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോണം. ജഡത്തിന്റെ ബലഹീനത നിമിത്തം, ആ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തെ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. വേറെ ന്യായപ്രമാണത്തിന് കുഴപ്പമില്ല, ന്യായപ്രമാണം ആത്മീകം. പക്ഷെ പ്രശ്നം ഞാനോ ജഡമയൻ. അപ്പൊ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. വായിച്ച ആ 3-ാമത്തെ വാക്യം ഒന്നുകൂടെ, റോമർ 8:3. പെട്ടെന്ന് വായിച്ചു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ നമുക്കിത് കഴിയാഞ്ഞത് കൊണ്ട് ദൈവം തന്റെ പുത്രനെ നമ്മുടെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ നമ്മുടെ പാപം നിമിത്തം അയച്ചേച്ച് കർത്താവിനെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതാ ക്രൂശുമരണം. ഇനി അടുത്ത വാക്യം 4-ൽ പറയാണ്, ഇനി നോക്കിക്കേ, അങ്ങനെ ഒരാള് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാണ്. ഇനി നമ്മൾ ജഡത്തിലല്ല നടക്കുന്നത്. യു ആർ നോട്ട് വാക്കിംഗ് ഇൻ ഫ്ലഷ്, യു ആർ വാക്കിംഗ് ഇൻ സ്പിരിറ്റ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു, റൺവേയിൽ ഓടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ് ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത്. ഈ ഗുരുത്വാകർഷണത്തിനെ ഭേദിക്കുന്ന ഒരു ത്രോട്ടിൽ പവർ വരുമ്പോ ഇതിനെ അങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പൊ ഇതിനെ അങ്ങ് പുഷ് ചെയ്ത് കഴിയുമ്പം ഇത് മുകളിലോട്ട് പോകും. കാര്യം ഈ ശക്തിയെ താഴോട്ട് പിടിക്കും. നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിൽക്കുന്നത് ഗുരുത്വാകർഷണം കൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ജഡത്തെ പിടിച്ചു നിർത്തുന്നതിനെ ജയിക്കാനാണ് ആത്മാവിന്റെ പ്രമാണം നമുക്ക് തന്നത്. ഇനി ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാണ്ട് തന്നെ. ഇനി അതിന്റെ 8-ന്റെ അടുത്ത വാക്യം വായിച്ചേ, 5-ാമത്തെ വാക്യം. ജഡസ്വഭാവം ഉള്ളവർ ജഡത്തിനുള്ളതും
ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനും ചിന്തിക്കുന്നു. സോ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് നോക്കിക്കേ. ആർ യു എ സ്പിരിച്വൽ പേഴ്സൺ ഓർ ആർ യു എ കാർണൽ പേഴ്സൺ? നീ ഒരു ജഡീകനാണോ, നീ ഒരു ആത്മീയനാണോ? ആരും തലേ കൈവച്ച് പറയണ്ട. നമുക്ക് തന്നെ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് പറയും. ജഡസ്വഭാവം ഉള്ളവർ ജഡത്തിനുള്ളതും, ആത്മസ്വഭാവം ഉള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇനി അടുത്ത 7ാമത്തെ വാക്യം, ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വം ആകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. 8ാമത്തെ വാക്യം പറയാണ്, ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. You cannot please. If you are a carnal person, you can never. എത്ര സ്തോത്രം പറയാം, എത്ര എന്ന് പറഞ്ഞ് നീ കൈ അടിക്കും, അന്യഭാഷ പറഞ്ഞു. നിനക്ക് ഒരു കാർണൽ സ്വഭാവമാണുള്ളതെങ്കിൽ നിനക്ക് ദൈവത്തെ ഒരിക്കലും പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അതിന്റെ 9 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ട സമയം അങ്ങ് പോകുന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഇനി അടുത്തത് 8ന്റെ 14 മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് പറയാണ്, ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു. Now tell me, ഇന്ന് രാത്രി ഇതിനകത്തുള്ളവര്, ഈ സയോണിന്റെ സൂമിനകത്തുള്ളവര് നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ആർ യു ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്? നിന്നെ ബുദ്ധിയാണോ കൊണ്ട് നടക്കുന്നത്? നിന്നെ യുക്തിയാണോ കൊണ്ട് നടക്കുന്നത്? അതോ നിന്നെ പരിശുദ്ധാത്മാവാണോ നടത്തുന്നത്? പറ. Are you led by the Spirit of God? നിന്നെ നടത്തുന്ന പരിശുദ്ധാത്മാവാണോ? ആണോ? പറ. If you are led by the Spirit of God, you are a child of God. ദൈവാത്മാവ് നടത്തുന്നവരൊക്കെയും ദൈവത്തിന്റെ മക്കളാ. രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ, പിന്നെ കൈപൊക്കിയോ, IPC പോകുന്നുണ്ടോ, എല്ലാ ആഴ്ചയും പോകുന്നുണ്ടോ, ദശാംശം കൊടുക്കുന്നുണ്ടോ, ഇതൊന്നും തമ്പുരാൻ ചോദിച്ചില്ല. നിന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണോ, അതോ നിന്റെ ബുദ്ധിയും യുക്തിയും നിന്റെ കാർണൽ നേച്ചറുമാണോ? ഇനി നമുക്ക് യോഹന്നാൻ 8ന്റെ 6 വേഗം പോവാ. ഇവരിങ്ങനെ പറ, ഇനി നീ പറ എന്ത് ചെയ്യണം, ഇവളെ എന്ത് ചെയ്യണം? പറയാണ്, യേശു കുനിഞ്ഞ് നിലത്തെ വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അവര് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു. 8ന്റെ 7. ഈ രാത്രി ദൈവാത്മാവിൽ ഞാൻ നിന്നോട് ദൂത് പറയാം, പരിശുദ്ധാത്മാവിൽ ഞാൻ നിന്നോട് ദൂത് പറയാം. നിനക്ക് വേണ്ടി ഈ രാത്രി ദൈവം നിവരുകയാണ്. കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരുന്ന നിനക്ക് വേണ്ടി ഈ രാത്രി സ്വർഗം നിവരുകയാണ്. വാട്ട് എവർ ഇസ് യുവർ പ്രോബ്ലം, നിന്റെ ഭയമാണോ, നിന്റെ വൈരാഗ്യമാണോ, നിന്റെ അപമാനമാണോ, നിന്റെ നിരാശയാണോ, നീ എന്തിന് പിടിക്കപ്പെട്ടോ? ഒരുപക്ഷെ വ്യഭിചാരകർമ്മത്തിൽ നീ പിടിക്കപ്പെട്ടിട്ടില്ലായിരിക്കും, പക്ഷെ നീ നിരാശയിലും ഭയത്തിലും വൈരാഗ്യത്തിലും അപമാനത്തിലും പിടിക്കപ്പെട്ടാണോ? നിന്നെ വിടുവിക്കാൻ വേണ്ടി ഈ രാത്രി കർത്താവ് നിവർന്ന് തലപൊക്കി. നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, അത് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. എന്നിട്ട് ഒറ്റ കാര്യമേ അവൻ പറഞ്ഞോളൂ, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. കല്ലെറിയണ്ടെന്ന് പറഞ്ഞില്ല, ദ ഫസ്റ്റ് വൺ, ആദ്യം എറിയുന്നത് പാപമില്ലാത്തവനായിരിക്കണം. ഒന്നാമത് കല്ലെറിയട്ടെ. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുക, മനസാക്ഷിയുടെ ആക്ഷേപ ഹേതുവായി അവരോരോരുത്തരായി മൂത്തവരും ഇളയവരും വിട്ടുപോയി. ആ ശബ്ദം വാസ്തവത്തിൽ ഇങ്ങനെ ചില എഴുത്തുകാർ പറയും, ആ ഓരോരുത്തർ നോക്കുമ്പം യേശുവിന്റെ വിരൽ എഴുതിക്കൊണ്ടിരുന്നത് അവരുടെ പാപമാണ്. നീ മൂന്നാറ് പോയതും നീ കൊടൈക്കനാലിൽ പോയതും നീ ചെയ്തതുമെല്ലാം അതിലോട്ടാ നോക്കുമ്പോ അവനവന്റെ പാപം കാണുന്നേ. അവരുടെ മനസാക്ഷിയുടെ ആക്ഷേപ ഹേതുവായി ഓരോരുത്തരും
അവളെ വിട്ടുപോയി. മൂത്തവരും ഇളയവരും യേശു നടുക്ക് നിൽക്കുന്ന സ്ത്രീ മാത്രം ശേഷിച്ചു. നീ അതൊന്ന് ഓർത്ത് നോക്കി. വേറെ ആരാണേലും ആ പോയ കൂട്ടത്തിൽ അങ്ങ് പോയേനെ. പക്ഷെ അവൾ അവിടെ നിന്നു. കാരണം അവൾക്കറിയാം അവൾ തെറ്റ് ചെയ്തു എന്ന്. യേശു അവളോട് ചോദിച്ചു, അവരെവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? അപ്പൊ അവള് പറയാണ്, ഇല്ല കർത്താവേ, ഇതുവരെ എന്നെ കർത്തൃത്വം നടത്തിയത് പാപമാണ്, പക്ഷെ ഇനി മുതൽ നീയാ എന്നെ കർത്തൃത്വം നടത്തി. ഇല്ല കർത്താവേ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഗോ. പക്ഷെ ഇനി പാപം ചെയ്യരുത്. ഇന്ന് ഈ രാത്രി ഞാൻ ഈ മെസ്സേജ് പ്രസംഗിക്കുമ്പോൾ എന്നെ കൂടെ ചേർത്ത് പറയുന്നത്, ഈ ഇന്ന് വരെ, ഈ നിമിഷം വരെയുള്ള നമ്മുടെ ഭയം, നമ്മുടെ നിരാശ, നമ്മുടെ വൈരാഗ്യം, നമ്മുടെ അപമാനം, നമ്മളിലുള്ളതെല്ലാം അവനെ നമ്മളെ വിടുവിക്കുക. അവൻ പറയാ, പോകാം, ഇനി വേണ്ട, ഇനി ഭയം വേണ്ട, ഇനി നിരാശ വേണ്ട, ഇനി സങ്കടം വേണ്ട, ഇനി അപമാനം വേണ്ട. യു ആർ ഗോയിങ് ടു ഹാവ് ഒരു പുതിയ സീസൺ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുടങ്ങാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. യു ആർ സെറ്റ് ഫ്രീ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയ